ഹേ ഗൈസ്, അക്സാന ക്രാഫ്റ്റ് ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നൊരു വൈറ്റ് ഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ടിഷ്യൂ പേപ്പർ കറക്റ്റ് റൗണ്ട് ഇതായിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒരു റൗണ്ട് പീസിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കോമ്പസ് വെച്ചിട്ടാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഗ്ലാസ് വെച്ച് ഒരു സർക്കിൾ വരച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സർക്കിൾ വെട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് തോനെ ഇത് വേണം കേട്ടോ. ഞാനൊരു 15 എണ്ണമാണ് കേട്ടോ ഇവിടെ വെട്ടിയെടുക്കുന്നത്. 15 സർക്കിൾസ് ഞാനിവിടെ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ഇത് ഇങ്ങനെ ആ വെക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ പശയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ പശയുടെ മണ്ടയിൽ വേറൊരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വേറൊരെണ്ണം വെച്ചിട്ട് അങ്ങനെ ലെയറാണ് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ലെയറാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ ലെയർ ഇങ്ങനെ ചെയ്യാം. ആ ഒരു ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ പഠിക്കും. അപ്പോൾ അത് ബാലൻസ് അതിൻ്റേതായിട്ടുള്ള ഷേപ്പിന് തന്നെ വെക്കാം കേട്ടോ. ഞാനൊരു വലിയ ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഇതിൻ്റെ ഇതളുകൾ വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ചെറുതുണ്ടാക്കാം, മീഡിയം ആയിട്ടുള്ളത് ഉണ്ടാക്കുക, ഇതിലും വലുതുണ്ടാക്കുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊരു വൈറ്റ് ഫ്ലവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാൻ കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് ഷേപ്പുള്ള ടിഷ്യൂവിൻ്റെ സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. എനിക്കൊരു വൈറ്റ് ഫ്ലവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ ആണേ. അതിന് ശേഷം ഈ ഫ്ലവർ ആ ഗ്ലാസ്സിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു പേസ്റ്റ് ബോർഡോ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ വെട്ടിയെടുക്കാം കേട്ടോ. അത് അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ മണ്ടയിൽ ഞാൻ കുറച്ച് ഐ ഷാഡോ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഐ ഷാഡോ ബ്ലഷ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇട്ട് കൊടുക്കാം. കളറും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മണ്ടയിൽ ഇതിട്ടിട്ട്. ഞാൻ കളറൊന്നും അല്ലാതെ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇത് വെട്ടുന്നതിൻ്റെ ബാലൻസ് വരുന്നതാണ് കേട്ടോ. ഇത് ബാലൻസ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഫ്ലവർ